ഹലോ ഹായ് നമസ്കാരം. ഫെബ്രുവരി മാസത്തിലെ 13-ാം തീയതി UVDV ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ 3 പത്രങ്ങളാണ് മെയിനായിട്ട് വായിച്ചിട്ടുള്ളത്. ദേശാഭിമാനി, മാതൃഭൂമി, മനോരമ. ഈ 3 പത്രങ്ങളിലും കണ്ടിട്ടുള്ള വാർത്തകൾ, അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ അതൊക്കെ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. എനിക്ക് ഫ്രണ്ട് പേജിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചിട്ട് തുടങ്ങണം എന്ന് തോന്നി. അതായത് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഒരു ഫുൾ പേജ് ഉണ്ടാവുമല്ലോ, അതിൽ ഈ ഒരു കോളത്തിൽ മാത്രം വളരെ ചെറിയൊരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നൊരു കാര്യമാണ് ഖത്തറിൽ തടവിലായിരുന്ന 8 ഇന്ത്യക്കാർക്ക് മോചനം. അവിടെ തടവിലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികസേന മുൻ ഉദ്യോഗസ്ഥർക്ക് മാപ്പ് നൽകി വിട്ടയച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. ഇത് ഇത്രയേ ഉള്ളൂ വാർത്ത. പക്ഷേ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ആ സെയിം വാർത്ത ഫ്രണ്ട് പേജിൻ്റെ ഓൾമോസ്റ്റ് പകുതി നമുക്ക് വിളിക്കാം. തൃപ്പൂണിത്തുറയിലെ സ്ഫോടനമാണ് ഒരു വാർത്തയായിട്ട് വരുന്നത്. മറ്റൊരു വലിയ വാർത്തയായിട്ട് തന്നെ, വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ മുൻ നാവികരെ മോചിപ്പിച്ച വാർത്ത കൊടുത്തിട്ടുണ്ട്. മനോരമയിലേക്ക് വരുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് പരസ്യത്തിനാണ്. അത് കഴിഞ്ഞിട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരെ വിട്ടയച്ചതായിട്ടുള്ള വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ നടന്നിട്ടുള്ള സ്ഫോടന വാർത്തയ്ക്കാണ്. അപ്പോൾ ഈ നാവികരെ വിട്ടയച്ച വാർത്ത എന്തുകൊണ്ട് ദേശാഭിമാനി ചെറിയ വാർത്തയാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർ വന്നിറങ്ങിയിട്ട് നന്ദി പറഞ്ഞത് ഖത്തറിലെ അമീറിനും അതുപോലെ നരേന്ദ്രമോദിക്കുമാണ്. എന്നാൽ അതേസമയം മറ്റ് പത്രങ്ങളെല്ലാം വളരെ ചെറിയ വാർത്തയായി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലേക്ക് വന്നിട്ടുള്ളത്. കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ LDF സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതും, അതുപോലെ ഇന്നലെ നമ്മൾ വായിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് റേഷൻ കടയിൽ നരേന്ദ്രമോദിക്കൊപ്പം സെൽഫി എടുക്കുക എന്ന് പറയുന്ന ഒരു സെൽഫി പോയിന്റ് സെറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നിൽക്കുന്നു, എന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു കട്ടൗട്ടും കൂടി വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് നിന്ന് ആൾക്കാർ സെൽഫി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് കേന്ദ്ര നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു ആ പരിപാടി നടക്കില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പരിപാടിയാണ്. അതിപ്പോൾ മനസ്സിലാവാത്തവരായി ആരും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം രേഖാമൂലം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറയിൽ ബാബു അദ്ദേഹം മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടിയെന്ന് പറഞ്ഞ് സ്വരാജ് കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ഈ സെൽഫി പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കും തോന്നുന്നത് നമ്മുടെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള സ്റ്റാൻഡാണ് ശരിയായിട്ടുള്ള കാര്യം. പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണെങ്കിലും ഇതുപോലെ സെൽഫി പോയിന്റ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ വലിച്ചെടുക്കാൻ നോക്കുന്നത് അത് മഹാ ചീപ്പാണ്. ഇന്ത്യ ഭരിക്കുന്നത് ആരാണെങ്കിലും ഇവിടുത്തെ പൗരന്മാർക്ക് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് അതൊക്കെ നമ്മൾ തന്നാണ്, നമ്മുടെ ഗ്യാരണ്ടിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ നോക്കി കൊഞ്ഞനം കാണിക്കുന്ന പോലെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. തമിഴ്നാട്ടിലും ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ മിക്സി കൊടുക്കുമ്പോൾ, ഗ്രൈൻഡർ കൊടുക്കുമ്പോൾ, ലാപ്ടോപ്പ് കൊടുക്കുമ്പോൾ ഒക്കെ മുഖ്യമന്ത്രിയുടെ പടം വെക്കുന്ന പരിപാടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേശാഭിമാനി കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിയിൽ നൽകുന്ന വീടുകളിലും മോദിയുടെ ചിത്രം വയ്ക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. വീട്ടുടമകൾക്ക് അഭിമാനക്ഷതമുണ്ടാക്കും വിധം ചാപ്പ കുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു അന്നും കേരളത്തിൻ്റെ തീരുമാനം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കമ്മിയാക്കണമെന്ന് തോന്നുമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് ഞാൻ CPM-നെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ പിടിച്ച് സംഖ്യയാക്കണമെന്ന് തോന്നുമായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, സൗകര്യം. പക്ഷേ നിങ്ങൾ ഈ നോർത്ത് കൊറിയയെക്കുറിച്ചുള്ള സിനിമകളൊക്കെ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും. ഇങ്ങനെയൊക്കെ അധികാരികളുടെ ചിഹ്നം നമ്മുടെയൊക്കെ വീട്ടിലും നമുക്ക് തരുന്ന ഭക്ഷണത്തിലും ഒക്കെ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് അതൊരു ഏകാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിയല്ല പ്രതിഷേധിക്കേണ്ടിയിരുന്നത്, ഇവിടെയുള്ള പ്രധാനമന്ത്രിയുടെ അടക്കം രാഷ്ട്രീയ കക്ഷികളിലുള്ള ആത്മാഭിമാനമുള്ള മനുഷ്യരായിരുന്നു. ബിക്കോസ് ദിസ് ഈസ് റാങ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അടുത്തതെന്നല്ല, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നത് തൃപ്പൂണിത്തുറയിൽ നടന്ന സ്ഫോടനമായിരുന്നു. ആ സ്ഫോടനം ഉണ്ടാക്കിയ നടുക്കം, അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ വാർത്തകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ഇതൊരു ഉത്സവ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവച്ചിരുന്നത് പൊട്ടിയതാണോ ഈ അവസ്ഥയിലെത്തിയത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ പല അടിസ്ഥാന തീരുമാനങ്ങളും എടുത്തേ പറ്റൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലേറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: തൃപ്പൂണിത്തുറ തെക്കുംഭാഗം ചൂരക്കാട് പടക്ക സംഭരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് വെടിക്കെട്ട് കരാറുകാരൻ്റെ ഗോഡൗണിൽ പോലീസ് പരിശോധന. ഈ വെടിക്കെട്ട് കരാറെടുത്തിരിക്കുന്നത് 15 ലക്ഷം രൂപയ്ക്കാണ് പുള്ളി കരാറെടുത്തിരിക്കുന്നത്. പടക്കം പൊട്ടിച്ച് ഞങ്ങൾ ഗംഭീരമാക്കി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ആൾക്ക്, അതായത് കരാറെടുത്തിരുന്ന കാട്ടായിക്കോണം ശാസ്തവട്ടം സ്വദേശി ആദർശിൻ്റെ മടവൂർ പാറയിലെ ഗോഡൗണിലാണ് പോത്തൻകോട് പോലീസിൻ്റെ നേതൃത്വത്തിൽ തിങ്കൾ പകൽ 3 പരിശോധന നടത്തിയത്. പോലീസുകാർ പരിശോധന നടത്തി. ഇയാൾക്ക് വെടിമരുന്ന് ലൈസൻസ് ഇല്ലെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ ഈ വെടിമരുന്നൊക്കെ കൊണ്ടുവന്നത്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് സംഭരിച്ചിരുന്നത്, അത് വാങ്ങുന്നത്, എന്ത് റെഗുലേഷനാണ് ഇതിനുള്ളത്? അല്ലെങ്കിൽ ഈ റെഗുലേഷനുകളൊക്കെ എവിടെയാണ് പാലിക്കപ്പെടുന്നത്? അതുകൂടാതെ
ഗോഡൌണിൽ പൊതികളിൽ സൂക്ഷിച്ചിരുന്ന 250 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. കഞ്ചാവ് കൈവശം വെച്ചതടക്കം 3 കേസുകൾ ഇയാൾക്കെതിരെ പോത്തൻകോട് പോലീസ് രജിസ്റ്റർ ചെയ്തു. സ്ഫോടനത്തിൽ ഗുരുതര പരിക്കേറ്റ് ഇയാൾ ചികിത്സയിലാണ്. ഈ സ്ഫോടനം നടന്നതിൻ്റെ അടുത്ത് ഒരു സ്കൂൾ കൂടി ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് നെഞ്ച് പിടച്ചു പോകുന്നത്. അത്രയും നിരുത്തരവാദപരമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, ഈ വെടിമരുന്നടക്കമുള്ള കാര്യങ്ങൾ. ഈ ഫോട്ടോസ് നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ പത്രങ്ങൾ വാങ്ങിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ അമ്പലങ്ങളിലും പള്ളികളിലും പരിപാടികളൊക്കെ നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷ പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് വെടിമരുന്നും കരിമരുന്ന് പ്രയോഗങ്ങൾ എന്ന് പറയുന്നത് പലരും അഭിമാന പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതായത് അവർ പൊട്ടിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പൊട്ടിച്ചിരിക്കണം, അതിനേക്കാൾ ശബ്ദത്തോടു കൂടി നമ്മൾ പൊട്ടിച്ചിരിക്കണം. ഇടയ്ക്ക് എപ്പോഴും ഹൈക്കോടതിയുടെ എന്തോ നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതും ഓർമ്മ പോലും നിൽക്കാത്ത രീതിയിൽ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിക്കൊണ്ടാണ് ആളുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് ആരോടുള്ള വാശിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്? ഒരു കൂട്ടം ആളുകൾ അവരുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, ആ പൈസ വെച്ച് ഈ പടക്കങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ആളുകളുടെ ജോലിയാണ്. അതിലൂടെ തൊഴിൽ നേടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കളറും ലൈറ്റൊക്കെ കാണണമെന്ന് തോന്നുമായിരിക്കും. അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ 15 ലക്ഷം രൂപയൊക്കെ മുടക്കി പടക്കം പൊട്ടിക്കുകയാണ് വേറെ ആരോടോ വാശി തീർക്കാൻ വേണ്ടിയിട്ട്. വിവരമില്ലാത്ത ആരോ കുറേ പൈസ എങ്ങനെയൊക്കെയോ ചിലവാക്കി. അത് കണ്ടിട്ട് വിവരമുണ്ടെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന വേറെ കുറേ ആളുകൾ വീണ്ടും പൈസ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-30 വർഷത്തിനിടയ്ക്ക് 20-ലധികം ആളുകൾ കൊച്ചിയിൽ മാത്രം ഈ പടക്കവുമായിട്ട് ബന്ധപ്പെട്ട സ്ഫോടനത്തിൽ മരിച്ചു. വർഷത്തിൽ ഒരാൾ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ആരാധനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി പടക്കം പൊട്ടിച്ചിട്ട് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ട് ശബ്ദവും കളറും കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ദേശാഭിമാനി മടക്കി മനോരമയിലേക്ക് എത്താണ്. അവിടെ എത്തുമ്പോഴും പ്രധാന വാർത്തകൾ അറിയാലോ. തൃപ്പൂണിത്തുറയിലുണ്ടായ സ്ഫോടനവും പിന്നെ ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിയ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വാർത്തയുമാണ് അവർ കൊടുത്തിട്ടുള്ളത്. മനോരമ ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നഗരമേഖല കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ ഓരോ ത്രൈമാസവും 3 മാസം കൂടുമ്പോൾ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയം പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ കണക്കാണ് മനോരമയിൽ കൊടുത്തിട്ടുള്ളത്. സംഭവം ഇതാണ്: കേരളത്തിലെ നഗരങ്ങളിൽ തൊഴിലില്ലായ്മ കൂടി എന്നുള്ളതാണ്. 2023 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ കേരളത്തിൽ നഗരമേഖലകളിലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു. ജൂലൈ സെപ്റ്റംബറിൽ 9.2% തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നത് 10.3% ഉയർന്നു. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഹിമാചൽ പ്രദേശിലാണ്, രണ്ടാമത് കേരളമാണ്, ഏറ്റവും കുറവ് ഹരിയാനയിലാണ്. ഇതെങ്ങനെയാണ് ഈ കണക്കെടുക്കുന്നതെന്നുള്ള ഒരു ധാരണ എനിക്കില്ലാത്തതുകൊണ്ടും ഇതിനെക്കുറിച്ച് എനിക്കൊരു കമൻറ്റ് പറയാനില്ല. കാരണം ഓരോ 3 മാസം കൂടുമ്പോഴും തൊഴിലില്ലായ്മയുടെ കണക്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ തൊഴിലല്ലാതെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നുണ്ടാവാം, പുതിയ കുറേ ന്യൂജൻ ജോലികൾ ഉണ്ടായിട്ടുണ്ട്, ന്യൂജൻ ബിസിനസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിൽ വരേണ്ടതാണല്ലോ. പക്ഷേ ഇതിൽ ഇത്രയേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉള്ള തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്നത് വളരെ കുറഞ്ഞ സാലറിയാണ്. നമ്മൾ പല ആളുകളോടും സംസാരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഇങ്ങനെ മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന വാർത്ത മനോരമയുടെ 7-ാം പേജിലുണ്ട്. കേരള സീനിയർ സിറ്റിസൺസ് ബിൽ ശുപാർശ കൊടുത്തു എന്ന് പറയുന്നതാണ്. മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ 6 മാസം തടവ് 1 ലക്ഷം പിഴ. അതാണ് ഹെഡ്ലൈൻ. മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവരുടെ അവകാശികളായിട്ടുള്ള ആളുകൾക്കും 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും കൊടുക്കണം എന്നുള്ളതാണ് സജഷൻ. നിയമപരിഷ്കരണ കമ്മീഷൻ സമർപ്പിച്ചിട്ടുള്ള ഈ കരട് ബില്ല് നിയമവകുപ്പ് പരിശോധിച്ച് സാമൂഹിക നീതി വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. 15-ാം തീയതി നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസായി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച നയം ബജറ്റ് പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ശരിക്കും വളരെ ആവശ്യമാണ്. ഈ വയോജനങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞൊരു UVDVയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതെവിടെ എത്തി എന്നെനിക്കറിയില്ല. പക്ഷേ ഇത് തീർച്ചയായും ആവശ്യമാണ്. ഈ പ്രായമായ അച്ഛനെയും അമ്മയും ഒക്കെ ആക്രമിക്കുക, മക്കൾ തന്നെ അവരുടെ മരണത്തിന് വരെ കാരണമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു നിയമപരമായ പരിരക്ഷ പ്രായമായവർക്ക് നമ്മൾ ഉറപ്പ് നൽകേണ്ടതുണ്ട്. അത് നടക്കണം. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ വാർത്തകളൊക്കെ കണ്ടു വളരുന്ന ഒരു ജനറേഷനാണ് അല്ലേ. കുറേ ആളുകൾ പ്രാക്ടിക്കലി ചിന്തിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുള്ള ചില ഡയലോഗുകളുണ്ട്. അതായത് പ്രായമായി കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് വാശി കൂടും, പിന്നെ അവരുടെ പല ആരോഗ്യ കാര്യങ്ങളുണ്ടാകും, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വല്ലാത്ത ഓട്ടം ഓടേണ്ടി വരും, അപ്പോൾ പ്രായമായ ആളുകളെ വേണ്ടുന്ന പോലെ ഗൗനിക്കാൻ നമുക്ക് പറ്റില്ല, അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മളും അതുപോലെ പ്രായമാവാനുള്ള ആളുകളാണ്. നമ്മുടെ മക്കളും അവരുടെ ജീവിതം, അവരുടെ കരിയർ, അവരുടെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് പറന്ന് നടക്കാനുള്ളതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു 22 വയസ്സിന് മുകളിൽ പ്രായമായ ആളാണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. കുറേ കാലം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞ് ആ പിള്ളേർ വളർന്നു വലുതാവുന്ന ഒരു സാഹചര്യം, നമ്മുടെ ഒരു 55-60 വയസ്സെന്ന് പറയുന്നത്, ആ പ്രായം
കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാശികളുണ്ടാവും, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നും, പറ്റിയില്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, നമ്മുടെ വരുമാനം നിൽക്കും, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരുടെ തിരക്കുകളൊക്കെ ആയിട്ട് പോകും. അപ്പം നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുകയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും ആദ്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ നമ്മൾ ജോലിക്ക് കയറുന്നത് എപ്പോഴാണോ അപ്പോൾ ഏറ്റവും നല്ലൊരു പെൻഷൻ പ്ലാൻ അത് നോക്കിയിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്ന സമയത്ത് ചെയ്യാതിരുന്ന, തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നുന്ന, കുറ്റബോധം തോന്നുന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മുടെ വാശികൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുക, നമ്മുടെ വാശികൾ നമുക്കെപ്പോഴും നല്ല വാശികളാണല്ലോ, പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ള നമ്മുടെ വാശിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് സമയവും പണവും ഒന്നും ഇല്ലാതാവുന്ന ഒരു കാലത്ത് അത് അവരുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്നെ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പരിപാടിയൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ വേറൊരാളുടെ അടുത്ത് കുനിഞ്ഞു വളർന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഫിനാൻഷ്യലി നമ്മളെപ്പോഴും സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കണം. ആരോഗ്യം അത് നമ്മൾ തന്നെ പണിയെടുത്ത് ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ ഫിസിക്കലി ആക്റ്റീവായിരുന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിനാൻഷ്യലി സെറ്റ് ആവുക എന്നുള്ളത്. നമ്മൾ ഇന്ന് ജീവിക്കാൻ, ഇന്ന് സന്തോഷിക്കാൻ, ഇന്ന് യാത്ര ചെയ്യാൻ പണം സേവ് ചെയ്യുന്നതിനോടൊപ്പം ഒരു നല്ല പെൻഷൻ പ്ലാൻ കൂടി നമ്മൾ എടുത്തു വെക്കണം. ഒരു 55-60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സ്ഥിര വരുമാനം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ചെറിയ എമൗണ്ടിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചെറിയ പ്രായത്തിലാണ് നമ്മളത് ആരംഭിക്കുന്നതെങ്കിൽ. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രായമായ ആളുകൾക്ക് നേരെ മക്കൾ അതിക്രമിക്കുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അടുത്ത ജനറേഷൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുക. ഇന്ന് കൊഞ്ചിച്ച് വളർത്തുന്ന മക്കളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ സ്നേഹിക്കാൻ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്നേഹിക്കാനും ട്രീറ്റ് ചെയ്യാനും പറ്റിയില്ല എന്ന് വരും. ആൻഡ് കുട്ടികളെ, മക്കളെ അവരെ ഇൻഡിപെൻഡൻ്റായി സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്തായാലും പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് മുഴുവനായിട്ട് പറയാം. 3 കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. 1, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. ആശുപത്രി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ കടം കയറി പോകുന്നത്. പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ സാമ്പത്തികമായി രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടി പോകുന്നത് ആശുപത്രി കേസ് വരുമ്പോഴാണ്. നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ എന്ത് അസുഖം വരാനാണെന്നുള്ളത്. ചിലപ്പോൾ ഒരു പനി പോലും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ വന്നാൽ ഒരു 10-20 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നാൽ, അതിൽ തന്നെ ഒരു 10 ദിവസം ICUവിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കടം കയറി ലെവലായിപ്പോൾ. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. ഒരു 10,000 to 20,000 വരുന്ന രീതിയിൽ ഒരു നല്ല ഇൻഷുറൻസ് പോളിസി നോക്കിയിട്ട് എടുക്കുക. 2, ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവണം. എന്തെങ്കിലും വന്ന് നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം. 3ാമത്തെ കാര്യം, ഒരു പെൻഷൻ പ്ലാൻ ഉണ്ടാവണം. ഒരു പെർട്ടിക്കുലർ ഏജിന് ശേഷം നമുക്ക് ശേഷം പ്രളയം എന്നൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം പ്രളയം എന്നൊന്നുമില്ലല്ലോ. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികൾ. അങ്ങനെ ഈ 3 കാര്യങ്ങൾക്ക് പണം മുടക്കിക്കൊണ്ട് വേണം ജീവിതത്തിലെ എല്ലാ എൻജോയ്മെൻറ്റ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ റിസർച്ച് ചെയ്തതെന്നും പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പെറുക്കിയെടുത്തതുമായിട്ടുള്ള കുറച്ച് ആശയങ്ങളാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ഇതിനിടയ്ക്ക് ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട്. കൊച്ചിയിലാണ്, ഒരു ബാറിൽ വെച്ചിട്ടാണ്. ആ വെടിവെപ്പ് നടത്തിയ 3 പേരെയും പോലീസ് പൊക്കിയിട്ടുണ്ട്. വെടിവെക്കാൻ ഉപയോഗിച്ചത് എയർ ഗണ്ണൊന്നുമല്ല, പിസ്റ്റലാണ്. 7.62 ബുള്ളറ്റാണ് അതിൽ നിന്ന് കിട്ടിയത് എന്നൊരു വാർത്ത റിപ്പോർട്ട് കണ്ടിരുന്നു. കുറച്ച് അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒരു വണ്ടിക്കാരൻ വട്ടം വന്നു കഴിഞ്ഞാൽ അയാളുടെ ശ്രദ്ധയായിരിക്കാം, പക്ഷേ നമുക്ക് ചീത്ത വിളിക്കണം, നമുക്ക് അയാളോട് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ഫോണൊന്ന് നീട്ടി അടിക്കണം, എന്നാലേ ആശ്വാസം കിട്ടുള്ളൂ എന്ന് പറയുന്ന ഈ ക്ഷമിച്ചു വിടാൻ പറ്റുന്ന കേസുകൾ ക്ഷമിച്ചു വിടുക എന്നുള്ളതാട്ടോ. എല്ലാ ഏണിയും പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കേസിലാണ് ചെന്ന് ചാടുന്നതെങ്കിൽ. ഈ പിടിയിലായിട്ടുള്ളത് ലഹരി മാഫിയ സംഘം എന്നൊക്കെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിയമപരമായി മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും. പക്ഷേ സംഭവിക്കുന്നത് ജീവൻ അപായമാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മുടെ നിയമപാലകരും ഇതിൽ വളരെ സ്ട്രോങ് ആയി ഇടപെടേണ്ടിയിരിക്കുന്നു. ആരുടെയൊക്കെ കൈകളിലേക്കാണ് ആയുധങ്ങൾ എത്തുന്നത്, ആ വഴികൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ശരിക്കും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം, സമാധാനം ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണല്ലോ. ഇനി നമ്മൾ മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അവരുടെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ബാബ കല്യാണി സിനിമയൊക്കെ ഓർമ്മ വന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരിലെ അക്ഷയ സെൻറ്ററിൽ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറി പുറമേ നിന്നുള്ളവർ ആധാർ കാർഡുകൾ തയ്യാറാക്കി. ആധാർ മിഷനിൽ റിമോട്ട് ആക്സസ് മുഖേന നുഴഞ്ഞു കയറിയാണ് എൻറോൾമെൻറ്റ് നടത്തിയത്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് നിന്നാണ് നുഴഞ്ഞുകയറ്റമെന്നാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. അതായത് തിരൂരിലെ അക്ഷയ സെൻറ്ററിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഇന്ത്യക്ക് പുറത്ത് എവിടെയോ നിന്നുകൊണ്ട് റിമോട്ട്ലി ആക്സസ് ചെയ്തിട്ട് ആധാർ വിവരങ്ങൾ എൻറോൾ ചെയ്തു. അങ്ങനെ കണ്ടെത്തിയ 38 എൻട്രികൾ അവർ ഓൾറെഡി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹാക്ക് ചെയ്ത് റിമോട്ട് ആക്സസ് ഒക്കെ ചെയ്ത് വളരെ തന്ത്രപ്രധാനമായ രേഖകൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നടപടികൾ ഉണ്ടാവട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്ത് പോക്സോ കേസുകളുടെ എണ്ണം കൂടുന്നു എന്നൊരു വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് സെൻസിലാണ് ഞാനിതിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങളൊക്കെ ആണെങ്കിൽ പല അച്ഛനമ്മമാരും എൻ്റെ മക്കളുടെ ഭാവി അതാണ് ഇതാണ് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് സിനിമകളിലാണെങ്കിലും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതൊക്കെയാണ്. പക്ഷേ ഇന്ന് നിയമപരമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസം അത് എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് പോക്സോ കേസുകളിൽ കാര്യമായ വർധന ഉണ്ടാവുന്നുണ്ടെങ്കിലും ശിക്ഷാ നിരക്ക് കുറവാണെന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ കേസിൽ ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും നിർദ്ദേശമുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പരാതികൾ അതിൻ്റെ എണ്ണം കൂടിയിട്ട് കാര്യമില്ലല്ലോ. പരാതികൾക്ക് പരിഹാരം ഉണ്ടാവണം, ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം, നീതി ലഭിക്കേണ്ടവർക്ക് അത് കിട്ടണം. ആ പരിപാടികളും കൂടി കുറച്ച് സ്ട്രോങ് ആയിട്ട് നടക്കേണ്ടതുണ്ട്. പിന്നൊരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ജോലിക്കിടെ മരണമടയുന്ന എല്ലാ സർക്കാർ ജീവനക്കാരുടെയും കുടുംബത്തിന് ഇനി മുതൽ 10 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിക്കും. ഇതിനായി മാനദണ്ഡം ഏകീകരിച്ച് സർക്കാരിൻ്റെ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ സ്ഥിരമായ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 5 ലക്ഷം രൂപയും 60% മുകളിൽ അംഗവൈകല്യം ഉണ്ടായവർക്ക് 4 ലക്ഷം രൂപയും 40 മുതൽ 60% വൈകല്യമുള്ളവർക്ക് 2.5 ലക്ഷം രൂപയും സഹായധനമായി നൽകും. ഇനി ഒരു EMI വാർത്തയുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാനുള്ള പൈസ EMI ആയിട്ട് അടച്ചു തീർക്കണം. പക്ഷേ അടച്ചു തീർക്കുന്നത് ഒരു സ്കൂട്ടർ ഉടമയാണ്. സംഭവം വേറൊന്നുമല്ല, പുള്ളി ഒരു 1.5 വർഷമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോണിൽ സംസാരിക്കുക, ഹെൽമെറ്റ് വെക്കാതിരിക്കുക, വേറെ ഒരുപാട് നിയമലംഘനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 350 നിയമലംഘനങ്ങളാണ് പുള്ളി നടത്തിയതെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിഴ അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളുടെ ഒരു കണക്കെടുക്കുകയായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ പുള്ളി 3.2 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കാനുണ്ട് എന്ന് കണ്ടെത്തി. പിന്നെ പോലീസുകാർ നേരെ പുള്ളിയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് നോട്ടീസ് കൈമാറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞത് എൻ്റെ സ്കൂട്ടറിനാകെ 30,000 രൂപയുള്ളൂ, അതുകൊണ്ട് ഈ പിഴയിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം എന്നാണ്. പക്ഷേ അധികൃതർ പറയുന്നത് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഈ പിഴ തുക മുഴുവൻ ഇയാൾ അടച്ചേ പറ്റുള്ളൂ, അത് വേണമെങ്കിൽ EMI ആയിട്ട് പുള്ളിക്ക് അടച്ചു തീർക്കാം, ഇനിയും ഇത് തുടരുവേൻ എന്നാണ് പോലീസുകാർ പറയുന്നത്. എന്തല്ലേ, പുള്ളി ഈ നിയമലംഘനങ്ങളൊന്നും നടത്തിയില്ലായിരുന്നെങ്കിൽ പക്ഷേ ഒരു കാറിന് EMI അടയ്ക്കാനുള്ള പൈസയായി. എനിവേ, അത്രയാണ് ഇന്നത്തെ UVDV ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.